ടാക്സിയിൽ ജോലി ചെയ്യുന്നൊരു സൈക്കോ ചില ദിവസങ്ങളിൽ ടാക്സിയിൽ കയറുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തും. അങ്ങനെ ഒരിക്കൽ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുവന്ന സ്ത്രീയുടെ മകനെ 9 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ വർഷങ്ങളോളമാണ് അങ്ങനെ അടിമയായിട്ട് ജോലി ചെയ്യിപ്പിച്ച്. 9 വയസ്സ് പ്രായമുള്ള അവൻ കുറേ കാലം കഴിഞ്ഞിട്ട് അവിടുന്ന് എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല, എന്തുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് അവൻ ഭയന്നു. ഇതെല്ലാം ക്ലൈമാക്സിൽ ഒരു വലിയ ട്വിസ്റ്റോടുകൂടെ നമ്മളോട് പറഞ്ഞ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ സിനിമയ്ക്ക് ഇനിയും ഇതിലും വലിയൊരു വൺ ലൈൻ പറയാനൊന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് സിനിമയിൽ കണ്ടു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ പിന്നെ നമുക്ക് 12 വർഷങ്ങൾക്ക് മുന്നേ 2012 റിലീസ് ചെയ്ത ചൈൻഡ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. അച്ഛൻ, അമ്മ, ഒരു മകനുണ്ട്. അവർ 3 പേരും കൂടെ എങ്ങോട്ടോ യാത്രയ്ക്ക് പോവുകയാണ്. അവർ കാറിൽ വന്നിരിക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടെ പരസ്പരം 1-2 പറഞ്ഞിട്ട് പരസ്പരം കിസ് ചെയ്യും. ഇത് കാണുന്നവൻ ഡിസ്റ്റർബായിട്ട് നിങ്ങളൊന്ന് വണ്ടി എടുക്കുമോ എന്ന് ചോദിക്കും. പാവം, അവന് കിസ് കിട്ടാനുള്ള പ്രായമായിട്ടില്ല. അങ്ങനെ അവർ യാത്ര ചെയ്ത് എത്തുന്നത് ഒരു തിയേറ്ററിലേക്കാണ്. സിനിമ കാണാനാണ് അവർ വന്നിരിക്കുന്നത്. അമ്മയും മകനും മാത്രമാണ് സിനിമ കാണുന്നത്. അച്ഛൻ ജോലിക്ക് പോകും. അവിടുന്ന് ജോലിക്ക് പോകാൻ നേരത്ത് അച്ഛൻ പറയും, തിരിച്ച് വരാൻ നേരത്ത് ഒരിക്കലും ബസ്സിൽ കയറി വരാൻ നിൽക്കരുത്, ടാക്സി വിളിച്ചിട്ട് മാത്രം വന്നാൽ മതി. കെട്ടികൾ പറയും, ബസ്സിൽ വന്നാൽ പോരെ, വെറുതെ ടാക്സിക്കെല്ലാം കാശ് കൊടുത്ത് കയ്യിലെ കാശ് തീർക്കണോ, അതിന് കെട്ടിയോൻ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്ത് നീ ടാക്സിയിൽ വന്നാൽ മതി, ബസ്സിൽ കയറണ്ടെന്ന് പറയും. മോനോട് അമ്മയെ സൂക്ഷിച്ചോണാടാ മുത്തേന്ന് പറഞ്ഞാണ് അച്ഛൻ അവിടുന്ന് ജോലിക്ക് പോവുക. അങ്ങനെ അവർ 2 പേരും കൂടെ സിനിമ കാണാനായിട്ട് അകത്ത് കയറി. അങ്ങനെ സിനിമയും കണ്ടു കഴിഞ്ഞ് സിനിമ കഥയും പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരുന്നത്. എന്നാലും ടാക്സി ബുക്ക് ചെയ്യണം, വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. അങ്ങനെ ടാക്സിക്ക് കോൾ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവരുടെ മുന്നിൽ കൂടെ ഒരു ടാക്സി പോകുന്നത്. അവരപ്പം തന്നെ ആ ടാക്സിക്കും കൈ കാണിച്ച് അതിൽ കയറിയിരിക്കും. വീട്ടിലേക്ക് പോകാനുള്ള സ്ഥലവും പറഞ്ഞു കൊടുത്ത് അമ്മയും മോനും കൂടെ വീണ്ടും കാറിന് പിന്നിലിരുന്ന് സിനിമയിലെ കഥകളും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ടാക്സി അവരുടെ വീടും കഴിഞ്ഞ് കുറച്ച് അകലേക്ക് പോകുമ്പോൾ അമ്മ പറയും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങളുടെ വീട് കുറച്ച് പിന്നിലാണ്, നിങ്ങൾക്ക് വഴി തെറ്റിയോ? എന്നാൽ അയാളൊന്നും മിണ്ടാതെ അവിടുന്ന് വണ്ടി തിരിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, മറ്റേതോ ഒരു സ്ഥലത്തേക്ക്. അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുമ്പോൾ പറയും, നിങ്ങൾ ഇമാതിരി പണി കാണിച്ചാൽ എൻ്റെ മോന് പേടിയാവും, പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തടോ. എന്നാൽ അയാൾ അവർക്കിടയിലുണ്ടായിരുന്ന ഒരു ഡോർ ക്ലോസ് ചെയ്യും. അങ്ങനെ കാറും കൊണ്ട് അയാൾ പോകുന്നത് ഏതോ ഒരു പാടത്തേക്കാണ്. അന്നേരം അമ്മ എല്ലാവരും വിളിക്കുന്നുണ്ട്, വണ്ടി ഒന്ന് നിർത്തടോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിന് വിളിക്കും. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിലാണ് സിഗ്നൽ കിട്ടുന്നില്ല. ടാക്സിക്കാരൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡോർ തുറക്കാൻ വരുമ്പോൾ അമ്മ മകനോട് പറയും, അയാൾ ഡോർ തുറക്കുമ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടോണം, അമ്മ എങ്ങനെയെങ്കിലും നിന്റെ അടുത്ത് വന്നോളാം. എന്നാൽ അയാൾ ഡോർ തുറക്കുമ്പോൾ തന്നെ അമ്മയുടെ മോന്തക്കിട്ട് ഒരൊറ്റ ഇടിയാണ്. ആ ഇടി തന്നെ അമ്മയുടെ ബോധം പോയി. എന്നിട്ട് അയാൾ കാറിൽ പോകുന്നത് അയാളുടെ വീട്ടിലേക്കാണ്. ഏതോ ഒരു വലിയ പാടത്തിന് നടുവിൽ ഒരു വീട്, ചുറ്റുഭാഗത്തും ആരുമില്ല. അയാൾ അതിന്റെ ഗ്യാരേജിലേക്ക് വണ്ടി കയറ്റി നിർത്തും. ഇനിയിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലും ഓടി രക്ഷപ്പെടാനായിട്ടുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അയാൾ പുറത്ത് വന്ന് ഡോറും തുറന്ന് അമ്മയെ കാല് വലിച്ച് താഴെയിടും. എന്നിട്ട് അവളുടെ മേലെ കയറിയിരിക്കുമ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത് മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതേ സമയത്ത് മോന് കാറിൽ നിന്ന് അല്ലറി വിളിക്കുന്നുണ്ട്. അവന് പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനാണെങ്കിൽ ഡോർ തുറക്കാനും പറ്റുന്നില്ല. എന്നാൽ ആ ഭ്രാന്തൻ അമ്മയെയും പൊക്കിയെടുത്ത് വീടിനകത്തേക്ക് കയറും. പിന്നെ അവിടെ നിന്ന് അമ്മയുടെ അല്ലറി വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ആ കാറിൽ നിന്ന് പൊട്ടിക്കരയും. അവനെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അവൻ പേടിച്ച് വിളറിയിട്ടുണ്ട്. ആ പേടിയിൽ അവൻ ട്രൗസറിൽ മൂത്രമൊഴിച്ചു പോകും. കുറച്ച് കഴിയുമ്പോൾ ആ ഭ്രാന്തൻ തിരികെ വന്ന് കാറിൽ നിന്ന് അവൻ്റെ കോളർ പിടിച്ച് വലിച്ചകത്ത് കൊണ്ടുപോയി നിർത്തും. അന്നേരം അവൻ പറയും, എൻ്റെ അച്ഛൻ എന്തായാലും നിങ്ങളെയും തിരഞ്ഞ് ഇവിടെ എത്തും. അതിന് അയാൾ പറയും, അങ്ങനെയാണോ? എന്നാൽ ഒരിക്കലും നിൻ്റെ അച്ഛൻ ഇവിടെ എത്താൻ പോകുന്നില്ല. അത് കേൾക്കുന്നവൻ അയാളുടെ ആഭ്യന്തരത്തിലിട്ട് ഒരൊറ്റ ചവിട്ടാണ്. എന്നാലും അയാൾ അവനൊന്നും ചെയ്യില്ല. അയാളെ തിരിച്ച് സോഫയിൽ ഇരിക്കാനായിട്ട് നടക്കുമ്പോൾ അവൻ ചോദിക്കും, എൻ്റെ അമ്മ എവിടെ? അയാൾ പറയും, നിൻ്റെ അമ്മ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ അവന് മാറാനുള്ള ഡ്രസ്സ് കൊടുക്കും. നിന്നെ എനിക്ക് പുറത്ത് വിടാൻ പറ്റില്ല, നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ജോലികൾ നിനക്ക് തരും, നീ അത് ചെയ്തേ പറ്റൂ. അങ്ങനെ അയാൾ അവന് ചെയ്യാനുള്ള ജോലികളൊക്കെ പറഞ്ഞു കൊടുക്കും. രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെക്കണം. അത് കഴിഞ്ഞ് എനിക്കുള്ള ഭക്ഷണം നീയാണ് തയ്യാറാക്കി തരേണ്ടത്. അതിൽ നിന്ന് എന്തെങ്കിലും ബാക്കി വന്നാൽ നിനക്ക് തരും. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ നിന്ന് ഒരു ഭക്ഷണം പോലും നീ എടുത്ത് കഴിക്കാൻ പാടില്ല. ഞാൻ വാതിലിന് വന്ന് മുട്ടിയാൽ 10 സെക്കൻഡിനുള്ളിൽ നീ വാതിൽ തുറന്നു പോകണം, ഇല്ലെങ്കിൽ നിന്റെ കൊക്കംവളി ഞാൻ അടിച്ചു പൊട്ടിക്കും. ചില ദിവസങ്ങളിൽ നിന്റെ അമ്മയെ ഞാൻ കൊണ്ടുവന്ന പോലെ തന്നെ ചില സ്ത്രീകളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അവരെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിടേണ്ടത് നിന്റെ ജോലിയാണ്. അത് കഴിഞ്ഞ് അവരുടെ ID കാർഡ്, കാശ്, ഇത് രണ്ടും നീ ഈ ബോക്സിലേക്ക് മാറ്റി വെക്കണം. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കൊന്ന ആളുകളുടെ മിസ്സിംഗ് കേസ് പത്രത്തിൽ വരും. അതെല്ലാം വെട്ടിയെടുത്ത് ഒരു പുസ്തകത്തിലേക്ക് നീ മാറ്റി ഒട്ടിക്കണം. പിന്നെ ഇവിടെ വെച്ച് നീ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ കൊന്ന പോലെ വെട്ടിക്കൂട്ടി ഞാൻ നിന്നെ കുഴിയിലിട്ട് മൂടും. നിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല, എനിക്കതറിയേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ വിളിക്കാൻ പോകുന്നത് റാബിറ്റ് എന്നായിരിക്കും. ഒരു 9 വയസ്സുകാരൻ പയ്യനോടാണ് ഇയാൾ ഇമാതിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഇവനാണെങ്കിൽ ഇതെല്ലാം കേട്ട് അന്താളിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 8 ആഴ്ച കഴിഞ്ഞു. അവനെയും അവൻ്റെ അമ്മയെയും മിസ്സായ കേസ് ഇപ്പോഴും പത്രത്തിൽ വരുന്നുണ്ട്. അയാൾ ആ ന്യൂസ് വായിച്ചു നോക്കി അവൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അയാൾ ജോലിക്ക് പോകും. അത് വായിക്കുന്നവൻ അപ്പം തന്നെ അച്ഛനെ കാണാൻ തോന്നും. സ്റ്റോർ റൂമിൽ ചെന്നൊരു ഷൂസ് എടുത്തിട്ട് അവിടെയുള്ള തട്ടിൽ പിടിച്ചു കയറി അവൻ മച്ചിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്.
കയറുന്നത്. അവിടെയാകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. എന്നാലും പുറത്തേക്ക് പോകാനായിട്ട് അവിടെ ഒരു വാതിൽ കിടപ്പുണ്ട്. അവനത് തുറക്കാൻ നോക്കുമ്പോൾ അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്നാലും അവനത് ചവിട്ടി പൊട്ടിച്ച് അതിൽ കൂടെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങും. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഷെഡിന്റെ മേലേക്കാണ്. ആ ഷെഡിനകത്താണ് അയാൾ കൊണ്ടുവന്ന് കൊല്ലുന്ന സ്ത്രീകളെല്ലാം കുഴിച്ചിടുന്നത്. ആ ഷെഡിലേക്ക് കയറാൻ പുറത്തുകൂടെ ഒരു വാതിലില്ല. അയാൾ സ്ത്രീകളെ കൊല്ലാനായിട്ട് ഒരു റൂമാണ് ഉപയോഗിക്കുന്നത്. ആ റൂമിൽ നിന്ന് ചെറിയൊരു വാതിലാണ് ആ ഷെഡിലേക്കുള്ളത്. എന്തായാലും നമ്മുടെ പയ്യന്റെ പേര് ഏതൻ എന്നാണ്. അവൻ ആ ഷെഡിന് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ താഴെ ആ ഭ്രാന്ത നിൽക്കുന്നുണ്ട്. ആ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അവൻ അഥവാ പുറത്തേക്ക് ഇറങ്ങുന്ന അയാൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വേണ്ടി അയാൾ അവിടെ കാത്തു നിൽക്കുകയാണ് ചെയ്തത്. അവൻ അതിന് മേലെ നിന്ന് ഹെൽപ്പ് സഹായിക്കണമെന്ന് വിളിച്ചു പറയും. അയാൾ പറയും, നീ ഉറക്കെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്, ആ വയലിൽ നിന്ന് ആരെങ്കിലും മുളച്ചു വന്നാൽ നിന്നെ രക്ഷിച്ചാലോ. എന്നിട്ടൊരു കല്ലെടുത്ത് അവൻ്റെ മേലേക്ക് ഒരൊറ്റ ഏറാണ്. അത് അവൻ്റെ വയറിനിട്ടാണ് കൊള്ളുക. എന്നാലും അവൻ ഹെൽപ്പ് എന്ന് വിളിച്ചു പറയും. മോനെ, ഹെൽപ്പ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, നീ അതിൻ്റെ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കണം. അതാണെന്ന് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അയാളങ്ങനെ പറയുമ്പോൾ അഥവാ രക്ഷപ്പെടാനായിട്ട് അയാൾ ഒരു ചാൻസ് തരുന്നതാണോ എന്ന് വിചാരിച്ച് ഏതാൻ അതിൻ്റെ മേലെ നിന്നും വലിഞ്ഞ് താഴേക്ക് ഇറങ്ങും. അന്നേരം അയാൾ കല്ലെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അവസാനം അവൻ്റെ തലക്കൊരു കല്ലുകൊണ്ട് ബോധം പോയി അവൻ താഴെ വീഴും. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അവനെ വീട്ടിൽ വലിയൊരു ചങ്ങല കിട്ടി വെച്ചിരിക്കുകയാണ്. ഇനി അവൻ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. തലേന്ന് രാത്രി അയാൾ കൊണ്ടുവന്ന് കൊന്ന സ്ത്രീയുടെ ചോര ആ റൂമിൽ വെച്ച് അവൻ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അയാൾ ഒരു പാവയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അയാൾക്ക് തന്നെ കണ്ട് ആസ്വദിക്കാനാണോ, അവസാനം കുറേ കാലം കഴിയുമ്പോൾ ഇതെല്ലാം വെച്ച് അവൻ്റെ പേരിൽ ഈ കേസെല്ലാം കെട്ടിവെക്കാനാണോ എന്നും അറിയില്ല. അന്ന് രാത്രി ഏതൻ അയാളുടെ കൂടെ ഒരുമിച്ചാണ് TV കാണുക. അയാളിപ്പോൾ അയാളുടെ ഒരു മകനെ പോലെയാണ് അവനെ കാണുന്നത്. എന്നാലും ക്രൂരമായിട്ടാണ് അയാൾ പെരുമാറുക. ഏതന് കൊണ്ടുവന്നിരുന്നൊരു ചോക്ലേറ്റ് അയാൾ അവനെ കൊടുക്കുമ്പോൾ അവനത് ആസ്വദിച്ച് കഴിക്കും. അങ്ങനെ ഇപ്പോൾ വർഷങ്ങൾ കടന്നുപോയി. ഏതനിപ്പോൾ ഒരു ടീനേജ് പയ്യനായിട്ടുണ്ട്. അവൻ്റെ 9ാം വയസ്സിൽ അവൻ ഇവിടെ പെട്ടതാണ്. ഇപ്പോൾ 20 വയസ്സെങ്ങാനും അവനായിട്ടുണ്ട്. പിറ്റേന്ന് വൈകുന്നേരം ഭ്രാന്തൻ ടാക്സിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരച്ഛനും മോനും കൂടെ കാറി വന്ന് കയറും. അവർ യാത്ര ചെയ്തോട് നിൽക്കുമ്പോൾ മകൻ അച്ഛനോട് സോറി പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ അപ്പോൾ തന്നെ അവൻ്റെ ബോധ കിട്ടുന്നു കൊടുക്കും. ഇത് കാണുന്ന അയാൾക്ക് ചെറുപ്പത്തിൽ അയാളുടെ അച്ഛൻ അയാളെ ഉപദ്രവിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. അയാൾക്ക് എന്തൊക്കെയോ ബാക്ക് സ്റ്റോറി ഉണ്ട്. അയാൾ ഈ ഒരു അവസ്ഥയിലെത്താൻ അയാളുടെ അച്ഛനാണ് എന്തോ ഒരു കാരണമായിട്ടുള്ളത്. എന്നാലും ഇവിടെ അടികൊള്ളുന്ന മകൻ്റെ മുഖത്ത് വിഷമമൊന്നുമില്ല. അവൻ ചെറുതായിട്ട് ചിരിക്കുക. അച്ഛനിട്ട് എന്തോ ഒരു പണി കൊടുക്കാനാണ് അവൻ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അവരെയും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ആശാൻ തിരികെ വീട്ടിൽ ഗ്യാരേജിലെത്തും. എന്നാൽ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് അങ്ങേരുടെ മനസ്സിൽ എന്തൊക്കെയോ വന്ന് കയറും. അയാൾ അവിടെ നിന്ന് തന്നെ കരഞ്ഞു പിഴിഞ്ഞാണ് അകത്തേക്ക് കയറുക. കയറുമ്പോൾ തന്നെ ഏതൻ അയാൾക്കായിട്ടുള്ള ബിയർ പൊട്ടിച്ചു കൊടുക്കും. അയാളത് കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഏതനോട് ചോദിക്കും, നിന്റെ അച്ഛൻ എപ്പോഴെങ്കിലും നിന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ അവൻ നിന്നെ പഠിപ്പിക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഏതൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നല്ലാതെ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. അവൻ ഇപ്പോഴും ആ 9 വയസ്സുള്ള പയ്യനാണ്. അവൻ ഇതുവരെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അയാൾ പറയും, നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചില്ലേ, എന്നാ പേടിക്കേണ്ട, നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ അയാൾ അകത്തേക്ക് ചെന്ന് ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പുസ്തകമാണ് കൊണ്ടുവരിക. അതിൽ ഹൃദയം, കിഡ്നി അതെല്ലാം അവന് കാണിച്ചു കൊടുക്കും. ഇതെല്ലാം കാണുമ്പോൾ അവൻ അതിലെന്തോ ഒരു ഇൻട്രസ്റ്റ് വരികയാണ്. അവൻ അതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ തോന്നും. അന്നേരം അയാൾ പറയും, ശരീരം എന്ന് പറഞ്ഞ ഒരു പസിലാണ്. പസിൽ എന്ന് വെച്ചാൽ നിനക്കറിയോ, ഒരു പെട്ടിയുടെ മുകളിൽ ചിത്രം ഉണ്ടാകും. അതിനകത്ത് ആ ചിത്രം ഉണ്ടാക്കാൻ ആവശ്യമായ കഷ്ണങ്ങളും ഉണ്ടാകും. അപ്പോൾ അവൻ അറിയാമെന്ന് തലകൊണ്ട് കാണിക്കും. അയാൾ പറയും, മനുഷ്യരും അതുപോലെ തന്നെ ഒരു പസിലാണ്. പുറത്ത് നല്ലപോലെ കാണുന്നുണ്ടെങ്കിലും അവരുടെ അകത്ത് പല കഷ്ണങ്ങളാണ്. എന്തായാലേ ഭ്രാന്തനാണെങ്കിലും നല്ലൊരു ഉപമയാണ് അവന് പറഞ്ഞു കൊടുത്ത്. ഈ പുസ്തകത്തിലുള്ളതെല്ലാം നീ പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പുറത്തിറക്കാം. ഒരു പെണ്ണിന്റെ രുചി അതെന്താന്ന് നിനക്ക് മനസ്സിലാക്കണ്ടേ? അവരുടെ പസിലെല്ലാം നിനക്ക് അറേഞ്ച് ചെയ്യണ്ടേ? അതിന് ഏതം പറയും, എനിക്ക് ആരുടെയും പസിൽ അറേഞ്ച് ചെയ്ത് എനിക്ക് അവരെ കൊല്ലണ്ട. അത് കേൾക്കുമ്പോൾ അയാളുടെ കൺട്രോൾ പോകും. അയാൾ അവനെ 4 തെറിയും പറഞ്ഞ്, നീ ഇപ്പോഴും നിന്റെ തന്തയെ പറ്റി ആലോചിച്ചിരിക്കുകയാണോ? സ്റ്റോർ റൂമിൽ ചെന്നൊരു ഫോട്ടോ എടുത്ത് അവൻ്റെ മുന്നിലിട്ട് കാണിച്ചു കൊടുക്കും. നിന്റെ തന്ത പുതിയ പെണ്ണ് കിട്ടിയടാ, അയാൾക്ക് പുതിയ ജീവിതം, പുതിയ ഭാര്യ. എന്നിട്ടൊരു മണ്ടനായ നീ ഇപ്പോഴും അയാളെ പറ്റിയാണോ ആലോചിച്ചിരിക്കുന്നത്? ആ ഭ്രാന്തൻ്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ ഏതനും അയാളെപ്പോലെ തന്നെ സ്ത്രീകളെ കൊല്ലുന്ന ഒരാളായിട്ട് മാറണം. അങ്ങനെ പിറ്റേ ദിവസം അയാൾ ജോലിക്ക് പോകുമ്പോൾ ഏതൻ അന്ന് മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങും. മനുഷ്യ ശരീരത്തെക്കുറിച്ച് അവൻ പഠിക്കാൻ തുടങ്ങും. ഏതൻ്റെ താടിയും വിഷയം അയാളാണ് ഷേവ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അയാളെ കുളിപ്പിക്കേണ്ട ജോലി കൂടെ ഇപ്പോൾ അവന് കിട്ടിയിട്ടുണ്ട്. അയാൾ ജോലിക്ക് പോയാൽ പിന്നെ ഇരുന്ന് പഠിത്തം, അതാണ് ഇപ്പോൾ ഏതൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഏതൻ പഠിച്ചിട്ടുണ്ടോയെന്ന് നോക്കാനായിട്ട് അയാൾ കൊണ്ടുവന്ന് കൊല്ലുന്ന ആളുകളുടെ ബോഡിയിലെ ഓരോ ഓർഗൻസും അവൻ്റെ മുന്നിലിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ ഏതൻ അയാൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുന്ന അയാളും ഹാപ്പിയാകും. ശിഷ്യൻ എന്തായാലും വളർന്നു വരുന്നുണ്ട്. പിറ്റേന്ന് രാത്രി അയാൾ വീട്ടിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവളെ റൂമിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കരഞ്ഞു വിളിക്കുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാം. അതാണെങ്കിൽ ഏതന് സഹിക്കാൻ പറ്റില്ല. പണ്ട് അവൻ്റെ അമ്മയും ഇതുപോലെ കരഞ്ഞ ശബ്ദം അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ സ്ത്രീ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് അരബോധത്തിൽ ഇറങ്ങി വരിക. അവൾ എങ്ങനെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. മേലെയാകെ ചോര പുരണ്ടാണ് അവൾ വരുന്നത്. അവൾ പുറത്തേക്കുള്ള വഴി എങ്ങനെ നോക്കിയിട്ടോ അവൾക്ക് മനസ്സിലാവുന്നില്ല. ഏതൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ പുതപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. നിന്റെ പുതപ്പല്ല എനിക്ക് വേണ്ട, എനിക്ക് പുറത്തേക്കുള്ള വഴിയാണ് മനസ്സിലാവേണ്ടേ, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്നാൽ ഏതൻ ഒരു ചെറിയ കൊച്ചിനെ പോലെ അവിടെ പേടിച്ചിരിക്കുകയാണ്. അവനൊന്നും സംസാരിക്കുന്നില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ വന്ന് അവനെ കൊന്നുകളയും. ലേഡി വീണ്ടും അവനോട് വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നാണ് ബേക്കുന്ന ഒരു കത്തി അവളുടെ കഴുത്തിൽ വന്നിറങ്ങുക.
അയാൾ കത്തിയെറിഞ്ഞ് അവളെ കൊന്നു കഴിഞ്ഞു. ഏതൻ നോക്കുമ്പോൾ അയാൾ ഇന്നസെന്റ് കാണിക്കുന്ന ഭാവാഭിനയങ്ങൾ അവിടെ നിന്ന് കാണിക്കാണ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ. പാട്ട് വേണ്ട. അവൾ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അയാളുടെ മോന്തക്കിട്ട് ഒരു വെട്ട് കൊടുത്തു. എന്നാൽ അതെല്ലാം വെറുതെയായി. ഇപ്പോഴാ വെട്ട് ഏതൻ തുന്നി കൊടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അയാൾ അകത്ത് ചെന്ന് അയാൾ കൊന്ന സ്ത്രീകളുടെ ID കാർഡുകളെല്ലാം എടുത്ത് തിരികെ വന്ന് ഏതനോട് ഒരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് അവനെ ടേബിളിൽ ഇരുത്തും. ആ കാർഡുകൾ അയാൾ രണ്ടുപേർക്കും പപ്പാതിയായിട്ട് ഷെയർ ചെയ്യും. അതിലൊരു സ്ത്രീയുടെ പേര് ഒരാൾ പറഞ്ഞാൽ മറ്റേയാൾ ആ സ്ത്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയണം. അങ്ങനെ ഏതൻ ആദ്യം തന്നെ ഒരു സ്ത്രീയുടെ പേര് പറയുമ്പോൾ അയാൾ അവളുടെ പേരും 22 വയസ്സാണെന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി 19 ആണെന്നും പറയും. അത് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് ഒരു ഒളിമ്പിക്സ് ജയിച്ച ഫീല്. അത് കഴിഞ്ഞ് ഏതനോട് ഒരു പെണ്ണിന്റെ പേര് പറയും. ഏതൻ അവളുടെ പേരും നാളും വീടും സ്ഥലവും ഹൈറ്റും വെയിറ്റും എല്ലാം പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേൾക്കുന്ന ആശാന് തിരുപ്പതിയാവും. അന്ന് രാത്രി അയാൾ കൊന്ന സ്ത്രീയുടെ ബോഡി ഏതൻ കുഴിച്ചിട്ട് തിരികെ വരുമ്പോൾ അയാൾ റൂമിൽ നിന്നും ആ ഊ ഈ എന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കും. ചെന്ന് നോക്കുമ്പോൾ അയാൾ സ്വപ്നത്തിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. അയാളുടെ അച്ഛൻ അയാളെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ഈ പ്രാന്തന് ഒരു അനിയനുണ്ട്. അവർ രണ്ടുപേരും ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയാൽ അച്ഛൻ ഉപദ്രവിക്കാൻ തുടങ്ങും. അയാൾ ബലമായിട്ട് അവന്റെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി അവന്റെ അമ്മയെ അവനെ കൊണ്ട് പീഡിപ്പിക്കും. ഇതെല്ലാം കണ്ട് ടെൻഷൻ ആവുന്ന അവൻ വേർത്തൊലിച്ച് പെട്ടെന്ന് തന്നെ ബോധത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ പിറ്റേന്ന് രാത്രി അയാൾ പുതിയൊരു സ്ത്രീയായിട്ടാണ് വരുന്നത്. അയാളെ പിടിച്ചു കൊണ്ടുവന്നതല്ല, അവളുടെ ഇഷ്ടത്തിന് അയാളുടെ കൂടെ വന്നതാണ്. ശരിക്കും ഏതന് വേണ്ടിയാണ് അയാൾ അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൻ ഇന്ന് അവളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിടണം. എന്നാൽ വരുമ്പോൾ തന്നെ അവൾ പറയും എനിക്ക് മൂത്രം ഒഴിക്കാനുണ്ട്, ഇവിടുത്തെ ടോയ്ലറ്റ് എവിടാന്നൊന്ന് കാണിച്ചു തരുമോ. അവളാണെങ്കിൽ മദ്യപിച്ച് ബോധം പോയൊരവസ്ഥയിലാണ്. അയാൾ ഏതനോട് അവക്കുള്ള ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കാൻ പറയും. ഏതൻ അവളെയായിട്ട് ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയും ആ ടോയ്ലറ്റിലേക്കല്ല മറ്റേ ടോയ്ലറ്റിലേക്ക്. അതേത് ടോയ്ലറ്റാന്ന് വെച്ചാൽ അവർ കൊല്ലാൻ ഉപയോഗിക്കുന്ന മുറിയാണ്. അവൾ അതിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ ചോദിക്കും നിങ്ങളെന്താ എന്നെ മണ്ടിയാക്കുകയാണോ, ഇവിടെ എവിടെ ടോയ്ലറ്റ്. അയാൾ പറയും ഇവിടെ വന്ന് മൊയന്ത് കളി കളിക്കാതെ ഞാൻ പറഞ്ഞ പണിയെടുക്കാൻ നോക്ക്. അവൾ പറയും ഞാൻ മദ്യപിച്ചത് കുറച്ച് അധികമായി പോയി, പക്ഷെ നിങ്ങൾ പറഞ്ഞേ ഞാൻ കേൾക്കും. കേൾക്കാം കേട്ടുകൊണ്ടേയിരിക്കാം. പെട്ടെന്ന് അവളുടെ കഴുത്തിന് ഒരു വെട്ട്. അവൾ അവിടെ തന്നെ മരിച്ചു വീഴും. അങ്ങനെ ഏതൻ അവളുടെ ബോഡി കൊണ്ടുപോയി കുഴിച്ചിട്ട് തിരികെ വന്ന് രാത്രി കിടക്കാൻ നേരത്ത് അവനത് സഹിക്കാൻ പറ്റില്ല. ഇത്രയും കാലം അയാൾ കൊന്നു കഴിഞ്ഞ സ്ത്രീകളെയാണ് അവൻ കുഴിച്ചിട്ടിട്ടുള്ളത്. ഇപ്പൊ അവന്റെ മുന്നിൽ വെച്ചാണ് അയാൾ ആ സ്ത്രീയെ കൊന്നത്. അതവന് സഹിക്കാൻ പറ്റില്ല. തലേന്ന് രാത്രി അയാൾ എങ്ങനെയായിരുന്നു ആർത്ത് വിളിച്ചിരുന്നത് അതുപോലെ തന്നെ ഏതനും ആർത്ത് വിളിക്കാൻ തുടങ്ങും. ആ ഊ ആ. ഇത് കേൾക്കുന്ന അയാള് ഇതിപ്പോ എന്നെക്കാളും വലിയ ഭ്രാന്തനോ എന്ന് വിചാരിച്ച് വന്ന് എത്തി നോക്കും. പിറ്റേ ദിവസം രാവിലെ അയാൾ ഏതോ ഒരു സ്കൂളിലെ വാർഷികവുമായി ബന്ധപ്പെട്ട് അച്ചടിക്കുന്ന പുസ്തകം ഉണ്ടാവില്ലേ, അതിലെല്ലാ കുട്ടികളും പഠിച്ച് മാർക്ക് നേടിയ കുട്ടികളുടെ ഫോട്ടോ എല്ലാം ഉണ്ടാവും. അതുപോലത്തെ ഏതോ ഒരു സ്കൂളിലെ പുസ്തകം എടുത്ത് അവന്റെ മുന്നിൽ വെച്ച് കൊടുത്ത് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അതിന്ന് തിരഞ്ഞെടുക്കാൻ പറയും. എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ഏതൻ ആ പുസ്തകം താഴെ ഇടുമ്പോൾ അയാൾ അവന്റെ തൊട്ടടുത്ത് വന്നിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എന്റെ മോൻ എങ്ങനെയാ വളരാൻ പോകുന്നത്. അതിനേതൻ ഞാൻ നിങ്ങളുടെ മകൻ അല്ല എന്ന് പറയുമ്പോൾ അയാൾ ദേഷ്യം വന്ന് അവന്റെ കഴുത്തിന് പിടിച്ച് നമ്മളെ ഫാമിലി ആടോ എന്ന് പറഞ്ഞ് താഴ്ത്തി അവനെ കൊണ്ട് ആ പുസ്തകം എടുപ്പിക്കും. എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കുമ്പോൾ ഇനി മേലെ രാത്രി കിടന്ന് ഒച്ചയും വിളിയും ഉണ്ടാക്കരുത്, ഇവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ ഞാൻ തന്നെയുണ്ട്, വേറെ ഒരുത്തന്റെ ആവശ്യമില്ല. അതും കേട്ട ഏതൻ തരിച്ചു നിൽക്കുമ്പോഴാണ് അയാൾ തിരിച്ചു വരുന്നത്. അടി പൊട്ടിയെന്ന് വിചാരിക്കുമ്പോൾ അയാൾ അവന്റെ കാലിൽ ഉണ്ടായിരുന്ന ചങ്ങല ഊരി കൊടുക്കും. അതെന്തിനാന്ന് മനസ്സിലായില്ല. അയാൾക്ക് അവനിൽ നിന്ന് എന്തോ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പിറ്റേന്ന് രാവിലെ ഏതൻ ആ കേസുകളെല്ലാം വെട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പുസ്തകം പൂർത്തിയാക്കി. അയാൾ പറഞ്ഞിരുന്നല്ലോ മിസ്സിംഗ് കേസുകളെല്ലാം വെട്ടിക്കൂട്ടി ഒരു പുസ്തകമാക്കാനായിട്ട്. അവൻ ആ പുസ്തകം പൂർത്തിയാക്കിയിട്ട് അയാളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഒരു മാഷ് റെക്കോർഡ് നോക്കുന്ന പോലെ അയാൾ ആ പുസ്തകം എടുത്ത് മറച്ചു നോക്കിയിട്ട് നന്നായി, വെരി ഗുഡ് എന്ന് പറയും. അവരാരും തന്നെ മരണത്തിന് യോഗ്യരായവരല്ലാന്ന് ഏതൻ പറയുമ്പോൾ അത് കേട്ട് അയാൾ ദേഷ്യം വന്ന് പുസ്തകം താഴെയിടും. ഏതൻ അങ്ങനെ പറയുന്ന അയാൾക്ക് തീരെ ഇഷ്ടമല്ല. എല്ലാം ചാവേണ്ടവരാണ്, എല്ലാം ചാവം വിധിക്കപ്പെട്ടവരാണ്. അതെങ്ങനെ നിനക്കറിയാം? നിനക്കൊരു സ്ത്രീയുടെ രുചി അതെന്താണെന്നറിയില്ല. നിന്റെ പ്രായം കൂടി വരികയാണ്. നീ പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയുടെ രുചി അതെന്താന്ന് മനസ്സിലാക്കണം. പിറ്റേന്ന് രാവിലെ അയാൾ ആ സ്കൂൾ പുസ്തകം അവന്റെ മുന്നിൽ വെച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട കൊച്ചിനെ നീ തിരഞ്ഞെടുത്തോന്ന് ചോദിക്കും. ഏതൻ അപ്പോഴും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ പുസ്തകം തട്ടിമാറ്റും. അത് കണ്ട് ദേഷ്യം വരുന്ന അയാൾ എഴുന്നേറ്റ് അയാളുടെ കത്തി അവന്റെ കയ്യിൽ പിടിപ്പിക്കാൻ നോക്കും. എന്നാൽ അവൻ ആ കത്തി തട്ടി മാറ്റുമ്പോൾ അത് വീഴുന്നത് ആ പ്ലേറ്റിലേക്കാണ്. അത് അപ്പം തന്നെ പൊട്ടും. അയാൾ വീണ്ടും അവൻ എന്തോ ചെയ്യുമെന്ന് വിചാരിക്കുമെങ്കിലും അയാൾ വീണ്ടും ആ കത്തി എടുത്ത് അവന്റെ കയ്യിൽ ഒന്നുകൂടെ വെക്കും. ആ പുസ്തകം തുറന്ന് അതിൽ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊച്ചിന്റെ മേലേക്ക് ആ കത്തി താഴ്ത്തിയിറക്കും. ഇന്ന് രാത്രി അയാൾ അവളെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അന്ന് രാത്രി അയാൾ നാട്ടിൽ തെണ്ടി നടന്ന് ആ കൊച്ചിനെ കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് റൂമിൽ അടയ്ക്കും. എന്നിട്ട് ഏതന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ പേടിച്ച് പുസ്തകവും വായിച്ച് മേശക്കടിയിലിരിക്കുകയാണ്. അയാൾ ചോദിക്കും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണമെങ്കിൽ നീ അവളെ പീഡിപ്പിച്ച് കുത്തിക്കൊല്ലണം. ഏതനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ പേടിച്ച് നിൽക്കുകയാണ്. എന്നാലും അയാൾ അവനെ എടുത്തുകൊണ്ട് ആ റൂമിലേക്ക് ചെല്ലും. അവിടെ ആ കോളേജ് പെൺകുട്ടി ആൻജിയ, അങ്ങനെയാണ് അവളുടെ പേര്. അവൾ പേടിച്ചിരിക്കുകയാണ്. അയാൾ അവളുടെ കാല് പിടിച്ച് വലിച്ചെടുത്ത് അവളുടെ തല ലോക്ക് ചെയ്ത് അയാൾ പിടിക്കും. എന്നിട്ട് അവളോട് പറയും ഇവൻ ആദ്യമായിട്ടാണ് പീഡിപ്പിക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു ചമ്മൽ അവനുണ്ട്, അതെല്ലാം മാറിക്കോളും. എന്നിട്ട് കാലിൽ നിന്ന് കത്തിയെടുത്ത് അവളുടെ മേലെ 2 വരയിലും വരിഞ്ഞ് അത് ഏതൻ്റെ കയ്യിൽ കൊടുക്കും. നീ അവളെ കൊന്നില്ലെങ്കിൽ പിന്നെ ഞാനായിരിക്കും കൊല്ലാൻ പോകുന്നത്. അയാൾ വാതിലും അടച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഏതൻ പേടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കും. അത് കാണുന്ന അവളുടെ പേര് പറഞ്ഞു കൊടുത്ത് നിന്റെ പേരെന്താ, നീ എന്നെ ഉപദ്രവിക്കുമെന്ന് ചോദിക്കും. ഏതൻ പറയും
എൻ്റെ പേര് റാബിറ്റ്, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. അതിന് അവൾ പറയും, പക്ഷെ അയാൾക്ക് അങ്ങനെയല്ല, അയാൾക്ക് നീ എന്നെ ഉപദ്രവിച്ചേ പറ്റൂ. നിനക്ക് അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ ചെയ്യും, നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മാത്രം മതി. എന്നിട്ട് അവൾ ഡ്രസ്സ് അഴിക്കാൻ നിൽക്കുമ്പോൾ ഏതൻ അതിന് സമ്മതിക്കില്ല. വേണ്ട വേണ്ടാന്ന് പറയും. അവൾ രണ്ടും കൽപ്പിച്ച് അവൻ്റെ അടുത്ത് വന്ന് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി, നീ എന്തെങ്കിലും എന്നെ ചെയ്താലേ നമുക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റൂ, നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. ഏതൻ അവളുടെ മുഖത്തെല്ലാം തലോടിയിട്ട്, ഞാൻ ഉപദ്രവിക്കുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിനവൾ ഇല്ലാന്ന് പറയുമ്പോൾ അവൻ കീശയിൽ നിന്ന് അവൻ്റെ കത്തി എടുക്കും. ആ കത്തി എടുത്ത് അവളുടെ വയറ്റിൽ കുത്താൻ നിൽക്കുമ്പോഴാണ് അയാൾ വാതിൽ തുറന്നു വരുന്നത്. നീ എന്തേലും ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കും. ഏതൻ ദേഷ്യത്തിൽ അയാളോട് ഗോ എവേ എന്ന് പറയുമ്പോൾ അയാൾ വാതിലടിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ അയാൾ വെള്ളം അടിച്ച് അവിടെ പാതി മയക്കത്തിൽ കിടക്കുമ്പോഴാണ് ഏതൻ അവളുടെ ബോഡി കുഴിച്ചിടാനായിട്ട് കൊണ്ടുപോകുന്ന കാണുക. ഏതൻ എല്ലാം കഴിഞ്ഞ് അയാളുടെ മുന്നിൽ വന്ന് നിൽക്കും. ഏതൻ എന്തോ ആ കൊലപാതകം ആസ്വദിച്ചു കഴിഞ്ഞു. അയാളോട് അവൻ പറയും, എനിക്ക് വേട്ടക്ക് പോകണം. അത് കേൾക്കുന്ന ആശാന് ഹാപ്പിയാകും. അയാൾക്കിപ്പോൾ ഒരു അരുമ ശിഷ്യനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മുതൽ അവർ ഒരുമിച്ചാണ് കൊലപാതകങ്ങൾ ചെയ്യാൻ പോകുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ അവന് ധരിക്കാനുള്ള കോട്ടും സൂട്ടും കൊടുത്തിട്ട് അയാൾ പുറത്തു പോയിട്ട് ഒരു കസാര വാങ്ങി വരും. ആ കസാര അയാളുടെ സോഫയുടെ തൊട്ടടുത്താണ് വെക്കുക. അത് ഏതന് വേണ്ടിയുള്ള കസാരയാണ്, ശിഷ്യന് വേണ്ടിയുള്ള കസാര. ഏതൻ അയാളുടെ മുന്നിൽ കോട്ടും സൂട്ടും ഇട്ട് വന്ന് നിൽക്കും. അവർ ഇനി മുതൽ ഒരുമിച്ച് വേട്ടയാടാൻ പോവുകയാണ്. ആശാൻ അവന് ഗ്യാരേജിലേക്ക് ഇറക്കി കാറിൽ കയറാൻ പറയുമ്പോൾ അവൻ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് വന്ന് നോക്കി നിൽക്കും. പണ്ട് അവൻ്റെ അമ്മ ആ സീറ്റിലിരുന്നാണ് ആർത്തി വിളിച്ചിരുന്നത്. അതെല്ലാം അവൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ആശാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് സിറ്റിയിലെത്തും. അവർ ഓരോ സ്ഥലത്ത് വെച്ചും ഓരോ സ്ത്രീകളെയും നോക്കി വെക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ഇതുവരെ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവസാനം ആശാൻ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചിട്ട് അവളെ ഇഷ്ടമായോ എന്ന് ഏതനോട് ചോദിക്കും. ചോദിക്കുന്നത് കേട്ടാൽ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനാണെന്ന് വിചാരിക്കും. എന്നാൽ ഏതൻ അവളെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവരവളെ ഒഴിച്ചുവിടും. ഭാഗ്യം, ഇന്ന് അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്, വീട്ടിൽ പോയിട്ട് ചോറ് തിന്നാലോ. അവസാനമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാനായിട്ട് അവർ കോളേജ് വരെ പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ കോളേജ് പരിസരത്ത് എത്തുമ്പോഴാണ് അവിടേക്ക് പോലീസ് വരുന്നത്. പോലീസ് ടാക്സിയുടെ അടുത്തുകൂടെ പോകുമ്പോൾ അകത്തേക്ക് നോക്കുമ്പോൾ അകത്ത് ഏതനെ കാണുന്നില്ല. ആ ഡ്രൈവർ മാത്രമാണ്, ആശാ മാത്രമാണ് അതിലിരിക്കുന്നത്. അതുകൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് പോകും. അന്നേരം ഏതൻ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കും. അവൻ അതുവരെ അവിടെ ഒളിച്ചു നിന്നതായിരുന്നു. ആശാൻ കാർ എടുക്കാനായിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ എന്തോ കൊത്തിവെച്ച മാർബിളിൽ അവരുടെ കാറ് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. കൂടെ തന്നെ കാറിൻ്റെ പുറത്ത് ഹെൽപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചത് ഏതനാണ്. അവൻ കാറിലേക്ക് കയറാൻ നേരത്ത് പിൻ സീറ്റിലേക്ക് നോക്കി നിന്നില്ലായിരുന്നോ, ആ സമയത്താണ് അവൻ അത് അവിടെ എഴുതി വെച്ചത്. അയാൾ ദേഷ്യം വന്ന് അവൻ്റെ മോന്തക്ക് ഒരൊറ്റ ഇടി കൊടുത്ത് വണ്ടി അപ്പം തന്നെ വീട്ടിലേക്ക് തിരിക്കും. സംഭവം ഇതുവരെ എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഏതൻ ആ ആൻജിയ എന്ന കൊച്ചിൻ്റെ വയറ്റിനിട്ട് കത്തി കുത്തിയില്ലായിരുന്നോ, വയറ്റിൽ ഓർഗൻസ് ഒന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്കാണ് അവൻ ആ കത്തി കുത്തി ഇറക്കിയത്. ആ മുറിവിൽ ഒരു തുണി കെട്ടി വെക്കുകയാണെങ്കിൽ ഒരാൾക്ക് 2 ദിവസം വരെ സർവൈവ് ചെയ്യാൻ പറ്റും. അവൻ അവളോട് മരിച്ചതുപോലെ അഭിനയിക്കാൻ പറഞ്ഞ് അയാളുടെ മുന്നിൽ കൂടെ അവളെ വലിച്ചു കൊണ്ടുപോയിട്ട് ആ കുഴിച്ചിടുന്ന ഭാഗത്തായിട്ട് അവളെ കിടത്താണ് ചെയ്തത്. കൂടെ തന്നെ ഒരു ടോർച്ചും അവളുടെ കൈ കൊടുത്തു. എന്നിട്ട് അയാളുടെ മുന്നിൽ വന്ന് നിന്ന അയാൾ വിചാരിക്കുക അവൻ അവളെ കൊന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവനെ കൊണ്ട് പുറത്തു പോകും. പുറത്തെത്തി ആ കാറിലെ ഹെൽപ്പ് എന്ന് എഴുതി വെച്ചത് ആരെങ്കിലും കണ്ടവനെ രക്ഷപ്പെടുത്താണെങ്കിൽ ഓടി വന്ന് അവളെയും രക്ഷിക്കാമെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവൻ മനസ്സിൽ കണ്ടതല്ല മാനത്ത് സംഭവിച്ചത്. അയാൾ അപ്പോഴേക്ക് അവനെയായിട്ട് തിരിച്ച് വീട്ടിൽ ഗ്യാരേജിലെത്തി. നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നിട്ടുണ്ടാവില്ല, നീ അവളെ അകത്തെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നീ ഇത്രയും കാലം എന്നെ പറ്റിക്കായിരുന്നല്ലേടാന്ന് ചോദിച്ച് പുറത്തിറങ്ങി വന്ന് ഡോറും തുറന്ന് അവൻ്റെ മോന്തക്ക് ഒരൊറ്റ ഇടി കൂടെ കൊടുക്കും. ആ ഒരൊറ്റ ഇടിയിൽ അവൻ്റെ ബോധം തന്നെ പോയി. അയാൾ അകത്ത് കയറി വന്ന് വാതിലും ക്ലോസ് ചെയ്ത് ആഞ്ചിയ നീ എവിടെയാടിയെന്ന് ചോദിച്ച് ആ ബേസ്മെൻറ്റിൻ്റെ ആ ഷെഡിൻ്റെ ഡോറിൻ്റെ തൊട്ട് മുന്നിൽ വന്നിരിക്കും. അതേ സമയത്ത് തന്നെ ഇവിടെ കാറിൽ ബോധന് ഏതന് ബോധം വെക്കും. അവൻ ഓടി വന്ന് എന്തോ ഒരു ടൂളെടുത്ത് ഡോറ് തുറക്കാൻ നോക്കെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. ആ ടൂള് പൊട്ടി പോവുകയാണ് ചെയ്തത്. അതേ സമയത്ത് അയാൾ ആ ബേസ്മെൻറ്റിന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ മൊത്തം ഇരുട്ടാണ്. പെട്ടെന്നാണ് അവൾ അയാളുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുക. അതിൻ്റെ കൂടെ തന്നെ അയാളുടെ കാലിൻ്റെ പിന്നിലായിട്ട് അവൾ കത്തി വെച്ച ഒരൊറ്റ വെട്ട്. അയാൾ അവിടെ നിന്ന് ആർത്ത് വിളിക്കുന്ന ശബ്ദം ഏതന് ഇവിടെ കേൾക്കാം. അവൻ പെട്ടെന്ന് തന്നെ ഒരു കമ്പി എടുത്ത് ആ ഡോറ് കുത്തി തുറന്ന് ഓട്ടി അതിനകത്ത് കയറും. അയാളെ പിടിച്ച് കിടത്താൻ നോക്കുമ്പോൾ അയാളെ തിരിച്ചവനെ കിടത്തിയിട്ട് അവൻ്റെ മോന്തക്കിട്ട് ഒരൊറ്റ ഇടി. വീണ്ടും അവൻ്റെ ബോധം പോയി. ആൻജിയക്ക് അതേ സമയത്ത് ബോധം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അവളുടെ മുഖം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഭ്രാന്തൻ വീണ്ടും ഉരുണ്ട് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഏതൻ പിന്നീന്ന് എഴുന്നേൽക്കും. അവൻ ശരിക്കും ബോധം പോയിട്ടില്ലായിരുന്നു. അവൻ ആ കത്തിയെടുത്ത് അയാളുടെ കഴുത്തിൻ്റെ കുത്തി ഇറക്കും. ഇത്രയും കാലം 10-20 വെട്ടി ആളുകളെ കൊന്നിരുന്ന അയാൾ ഒരൊറ്റ കുത്തി തന്നെ മരിക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ആൻജി ഇപ്പോൾ ഓക്കെയാണ്. അവളുടെ മുറിവ് ഏതൻ തുന്നി കൊടുത്തു. അവളിപ്പോൾ സുഖമായിട്ട് ഉറങ്ങാണ്. അതേ സമയത്ത് തന്നെ ഏതൻ അയാളുടെ ബോഡി അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവൻ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീടിന് മുന്നിലെത്തുമ്പോൾ തന്നെ അച്ഛൻ അവിടെ പുതിയൊരു കാറ് വാങ്ങിച്ചു വെച്ച് കാണാം. അവൻ ഡോറിന് ചെന്ന് മുട്ടുമ്പോൾ അച്ഛനാണ് വാതിൽ തുറക്കുന്നത്. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഏതൻ ഞാൻ നിങ്ങളുടെ മകനാണെന്ന് പറയും. അത് കേൾക്കുന്ന അച്ഛൻ ഏതൻ നീയോ എന്ന് ചോദിച്ച് അവനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് വിളിക്കും. അവിടെ തന്നെ അച്ഛൻ്റെ 2ാം ഭാര്യയും നിൽക്കുന്നുണ്ട്. എന്നാൽ ഏതൻ വന്നതിൽ അവർക്ക് നല്ല സന്തോഷമാണുള്ളത്. അകത്തേക്ക് കയറി വരുമ്പോൾ ടേബിളിൽ അച്ഛനും പുതിയ ഭാര്യയുമായിട്ടുള്ള ഫോട്ടോ മാത്രമാണ് അവിടെ ഉള്ളത്. അച്ഛൻ്റെ പഴയ ഓർമ്മകളൊന്നും അവിടെ ഇല്ല. ഏതൻ പറയും അമ്മയെ അയാൾ കൊന്നു കളഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് അച്ഛൻ അറിയോ? അച്ഛൻ ഈ കത്ത് അച്ഛൻ്റെ ചേട്ടന് കൊടുത്തെന്ന് പറഞ്ഞ് അവനൊരു കത്ത് കാണിച്ചു കൊടുക്കും.
രണ്ടാനമ്മ പറയും, നിന്റെ അച്ഛനൊരു ചേട്ടനില്ല, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ഓക്കെ അല്ലെന്ന് ചോദിക്കും. ഏതൻ പറയും, അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അമ്മയെ നല്ലപോലെ നോക്കിക്കോണമെന്ന്, കാരണം നിങ്ങൾക്കറിയാം എനിക്ക് അമ്മയെ നോക്കാൻ പറ്റില്ല. അതേ സമയത്താണ് അവിടേക്ക് അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിൽ നിന്നുണ്ടായ കൊച്ചു വരുന്നത്. അത് കാണുമ്പോൾ തന്നെ തന്തപിടി രണ്ടുപേരോടും മേലെ കയറി പോകാൻ പറയും. ഭാര്യയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. എന്നാലും അവളെ ചീത്ത പറഞ്ഞ് മേലേക്ക് പോകാൻ പറയും. എന്നാൽ അവൾ മേലെ കയറെങ്കിലും തിരിച്ചു വന്ന് സ്റ്റെപ്പിൽ തന്നെ ഇരിക്കും. ഏതൻ കൊടുത്തിരുന്ന ആ കത്ത് അവൾ മെല്ലെ തുറന്നു നോക്കുമ്പോൾ അതിൽ ഏതൻ്റെയും അവൻ്റെ അമ്മയുടെയും ഒരു ഫോട്ടോയും കൂടെ തന്നെ ഒരു ചെക്കും കിടപ്പുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ആ ഭ്രാന്തൻ കൊലയാളിയുടെ അനിയനാണ് ഏതൻ്റെ അച്ഛൻ. അയാൾ ഇത്രയും കാലം ആ കാര്യം മറച്ചു വെച്ചു. പണ്ട് ഏതനെയും അവൻ്റെ അമ്മയെയും അയാൾക്ക് മടുത്തു വന്നപ്പോൾ അയാൾ തന്നെയാണ് അയാളുടെ ഭ്രാന്തൻ ചേട്ടന് അവരെ രണ്ടുപേരെയും കൊന്നു കളയാനായിട്ട് കത്തയച്ചത്, കൂടെ കുറച്ച് കാശും. അതേ സമയത്ത് അച്ഛൻ അവനോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് ഇടം വല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാം മനസ്സിലായ ഭാര്യ ഓടി വന്ന് അയാളെ തട്ടി മാറ്റും. മതി, ഇതെല്ലാം മതി എന്ന് പറയുമ്പോൾ അയാൾ അവളുടെ കഴുത്തിന് പിടിച്ച് താഴെ കിടത്തി അവളുടെ മേലെ കയറിയിരിക്കും. അയാളുടെ ഭ്രാന്തൻ ചേട്ടൻ എങ്ങനെയാണോ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാറ് അതുപോലെ തന്നെ ഭാര്യയെ അയാൾ അവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കും. അത് കാണുന്ന ഏതൻ ഓടി വന്ന് ടേബിളിൽ കിടക്കുന്ന ഒരു കട്ട എടുത്ത് അയാളുടെ തലക്കിട്ട് ഒരു ഒറ്റ അടി കൊടുക്കും. അയാൾ താഴെ വീഴെങ്കിലും അവൻ്റെ കഴുത്തിന് പിടിക്കും. അവൻ ആ കട്ട അയാളുടെ കഴുത്തിലെ പ്രഷർ പോയിന്റ് നോക്കി ഒരു ഒറ്റ അടി. അയാൾ അപ്പം തന്നെ അവിടെ മരിച്ചു. ഇത് കാണുന്ന രണ്ടാമത്തെ ഭാര്യ പേടിച്ചെഴുന്നേറ്റ് നിന്ന് ടേബിളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തട്ടി താഴെയിടും. എന്നിട്ട് ഏതൻ്റെ അടുത്ത് വന്ന് അവനോട് ഓടി രക്ഷപ്പെടാൻ പറയുമ്പോൾ ഏതൻ ആദ്യം കാര്യം മനസ്സിലാവില്ല. ഇവൻ എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നതെന്നാണ് വിചാരിക്കുക. ഒന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടറോ എന്ന് പറയുമ്പോൾ ഏതൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. രണ്ടാനമ്മ അപ്പം തന്നെ അവിടെ നിന്ന് ഫോൺ എടുത്ത് സ്റ്റെപ്പിൽ വന്നിരുന്ന് പോലീസിന് വിളിക്കും. ഏതോ ഒരുത്തൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് എൻ്റെ കെട്ടിയവനെ അടിച്ചു കൊന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് പറയും. അത് കേൾക്കുന്ന മേലെ റൂമിലേക്ക് ഓടിപ്പോയിരുന്ന പയ്യൻ അച്ഛാന്ന് ആർത്ത് വിളിക്കും. അതേ സമയത്ത് ഏതൻ തിരിച്ച് അവൻ്റെ വീട്ടിലെത്തി. അവൻ്റെ വീടെന്ന് വെച്ചാൽ ആ ഭ്രാന്തൻ്റെ വീട്. അവൻ അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്ന് വിചാരിക്കെങ്കിലും അവൻ അതിനകത്ത് കയറിയിട്ട് ഗാരേജ് ക്ലോസ് ചെയ്യും. ഇനിയിപ്പോൾ അഥവാ അകത്ത് ആൻജി ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അവൻ അകത്ത് കയറി ഡോർ ക്ലോസ് ചെയ്തു. ഇനി അങ്ങോട്ട് അവൻ്റെ ഭാവി പ്ലാനുകളൊന്നും എന്താണെന്ന് അറിയില്ല. എന്തായാലും അവിടെ വെച്ച് ചൈൻഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലൊരു ക്ലൈമാക്സ് സിനിമക്ക് ഉണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. സാധാരണ ഇതുപോലെയുള്ള സിനിമയിൽ തട്ടിക്കൂട്ട് ക്ലൈമാക്സുകളാണ് ഉണ്ടാവാറ്. ഇതെന്തായാലും അവസാനം ഒരു ട്വിസ്റ്റൊക്കെ തന്നതുകൊണ്ട് എന്തോ ഒരു ഇഷ്ടമായി സിനിമ. പിന്നെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സി യു, ഫിലിം ക്രോണിക്കിൾ.